നമസ്കാരം. അപ്പം ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ചലഞ്ച് തുടങ്ങിയിരുന്നു. എനിക്കൊരു പക്ഷേ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഇതുപോലുള്ള ചലഞ്ച് യൂട്യൂബിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചലഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 28 ഡേയ്സ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നന്ദി പരിശീലനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നന്ദി എന്ന് പറയുമ്പം നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി പ്രകടിപ്പിച്ചാൽ ജഗദീശ്വരൻ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടായിരിക്കും, അതെൻ്റെ വിഷൻ ബോർഡാണ് കേട്ടോ. ഇതിലൊരു പേപ്പർ മാത്രം എൻ്റെ ഓർഡറിൻ്റെ ഞാൻ അതിൽ ഒട്ടിച്ചേക്കുന്നതാണ്. ബാക്കി ഫുള്ള് നമ്മൾക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഈ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ഫ്രീ ക്ലാസ്സസ് എടുക്കും. വലിയ വലിയ ക്ലാസ്സുകളാണെങ്കിൽ പെയ്ഡ് എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എടുത്ത സമയത്ത് അവരെ കാണിക്കാനായിട്ട് ജസ്റ്റ് യെല്ലോ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് മീൻസ് ടേപ്പ് ഒട്ടിച്ച് പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒട്ടിക്കണമെന്നാണ്. ഞാൻ പിന്നെ അന്നേരം കിട്ടി എന്തൊക്കെയോ എടുത്തൊട്ടിച്ചു. അതിലാവശ്യമുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന് ഇത്തിരി നീളത്തിലുണ്ടത്, അപ്പം അപ്പുറത്തോട്ടുണ്ട്. അപ്പം നീളത്തിലാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഞാനപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ വേണ്ടത്? സ്വർണ്ണമാണോ കൂടുതൽ വേണ്ടത്? വീടാണോ വേണ്ടത്? കാറാണോ വേണ്ടത്? അതിനകത്തൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ മാന്ത്രിക വിദ്യയൊന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ മാന്ത്രികത എന്ന് പറയുന്നത്. അപ്പം ഞാൻ 12 ഡേയ്സ് എന്തോ കഴിഞ്ഞു. ഇപ്പോൾ 13th ഡേ അല്ലെ 14th ഡേ എന്ന് തോന്നുന്നു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ. എനിക്ക് തോന്നുന്നത് 14th ഡേ. അപ്പം ഓരോ ദിവസവും നമ്മൾ ഓരോ ഗ്രാറ്റിറ്റ്യൂഡ്സാണ് എഴുതിയത്. ആദ്യത്തെ ദിവസം നമ്മൾ എഴുതിയിട്ട് നമ്മൾക്കുള്ള 10 അനുഗ്രഹങ്ങൾക്ക്, നമ്മളുടെ 10 അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി എഴുതുക. ഈ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതുമ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ആദ്യം ചിന്തിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ആൾക്കാരെ ചിന്തിക്കുക, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്? നമ്മൾ എല്ലാവരോടും താങ്ക് യു പറയാറുണ്ട്. ഈ താങ്ക് യു എന്ന് പറയുന്ന പദത്തിന് ഒരുപാട് മാന്ത്രിക ശക്തിയുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരാളോട് നന്ദി പറയുവാണെങ്കിൽ മാത്രം നമുക്ക് ആ ആള് വീണ്ടും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരാണെങ്കിൽ ആ ഒരു മനസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ 12 ദിവസം ഞാൻ വീഡിയോ ആയിട്ടല്ല ചെയ്തേക്കുന്നത്, ഞാൻ എഴുതിയിടുകയാണ്, പോസ്റ്റായിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് എത്ര എഴുതിയിടാനൊരു സമയക്കുറവ് തോന്നിയപ്പോഴും ഇന്ന് കുറച്ച് വീഡിയോസ് അല്ലാത്ത എടുക്കേണ്ടിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞു തന്നെ ഇടാം. അപ്പം നമ്മൾ ഇന്നലത്തെ ദിവസത്തെ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസത്തിൻ്റെ തലേദിവസം മീൻസ് നാളെ ചെയ്യേണ്ട കാര്യം ഇന്നാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം പോസ്റ്റായിട്ട് ഇടാൻ ഉദ്ദേശിച്ചത്, ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ഒരു ദിവസം നാളെ ഇന്നത് പോകണം എന്ന് നമ്മൾ പലതും ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചില ദിവസം അതൊക്കെ മാറ്റി വെക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, തലേ ദിവസം കിടക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക, നാളെ എന്തൊക്കെ ചെയ്യാൻ പോകണം. പിറ്റേന്ന് രാവിലെ എണീറ്റാണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് 1 2 3 4 എന്ന് നമ്പർ ഇട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ മുടക്കി വെച്ച കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വെച്ച കാര്യങ്ങളായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും. അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ 10 10 5 5 2 2 3 3 1 2 3 ആദ്യം നമ്മൾ 10 നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ജീവിതത്തിന് നന്ദി പറയുക, നമ്മുടെ കുടുംബാംഗങ്ങളുടെയും അങ്ങനെയുള്ള സന്തോഷങ്ങൾക്ക് നന്ദി പറയുക, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ജീവിതത്തിലുള്ള 10 അനുഗ്രഹങ്ങൾ. ഒരുപക്ഷെ നമ്മളുടെ വീടാകാം, നമ്മളുടെ ഫോണാകാം, നമ്മളുടെ കുടുംബമാകാം, നമ്മളുടെ നല്ല ആരോഗ്യമാകാം, നമ്മളിലേക്ക് വന്ന ഓരോ കാര്യങ്ങളും, ഈവൻ എല്ലാം നമ്മൾക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് നമ്മൾ നന്ദി എഴുതുക. ഇത് നമ്മളുടെ മനസ്സിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു വളരെ സന്തോഷം നൽകും. എനിക്കിതൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്കിതൊന്നും ഇല്ലാന്നോർത്ത് നമ്മൾ വിഷമിക്കും. ആ വിഷമിക്കുന്നത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ പോകണം, അതൊരു ചെറിയ കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് 10 ഓർഡർ പിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഇന്ന സാധനങ്ങൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് അയക്കണം, അല്ലെങ്കിൽ എന്തും നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ പോകണം, പഞ്ചായത്തിൻ്റെ ഓഫീസിൽ പോകണം, അതങ്ങോട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അന്നത് ചെയ്യാനായിട്ട് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ
അതിന് നന്ദി എന്ന് എഴുതി വെക്കുക. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു മാജിക്കൽ സ്റ്റോൺ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു കല്ല് മതി കേട്ടോ. പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഇൻബോക്സ് ഒന്നും എനിക്ക് അതിന് റിപ്ലൈ എടുക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കല്ല്, അത് സാധാരണ ഈ കയറത്തിലൊക്കെ കിടക്കുന്ന നല്ല മിനുസമുള്ള കല്ലില്ല, അതുപോലെ ഒരു കല്ലെടുത്ത് വെക്കുക. ആ കല്ല് നമ്മുടെ കിടക്കയുടെ അരികിൽ എവിടെയും നമ്മളെപ്പോഴും കാണുന്നിടത്ത് വെച്ചിട്ടു നമ്മൾ രാത്രി കിടക്കുന്ന മുമ്പ് കല്ലെടുത്തിട്ട് നമ്മൾ നന്ദി പറയുക. അന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾക്ക് നന്ദി പറയുക. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കല്ല് വെച്ചിട്ട് പിന്നെ കല്ല് തപ്പി നടക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട് കല്ലുള്ള. ഇതാ ഈ മോതിരമാണ് ഞാൻ സ്റ്റോണായിട്ട് ഉപയോഗിക്കുന്നത്. രാത്രി ഞാൻ അതേ പിടിച്ചിട്ട് നന്ദി പറയും. പക്ഷെ ഇത് നല്ലൊരു ഇതാണ്. നമുക്ക് ആ ദിവസം എന്താണ് ഏറ്റവും സന്തോഷം തന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ട് സമാധാനമായിട്ടാണ് ഉറങ്ങുന്നത്. അല്ലാതെ നമ്മൾ അയ്യോ ഇന്നാൾ എന്നോട് മോശമായിട്ട് പെരുമാറി അത് പെരുമാറി എന്നൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് രാത്രി കിടന്നാൽ നമ്മുടെ നമ്മുടെ ആരോഗ്യം തന്നെ അത് മോശമായിട്ട് ബാധിക്കും. സമൂഹത്തിനെ മൊത്തം നന്നാക്കി നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ നന്നാക്കി ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുക കിട്ടുന്ന സമയം. ഒരുപാട് സ്വത്തും പണം ഉണ്ടാക്കിയിട്ടല്ല ഹാപ്പി ആവുക, ഒരുപാട് വെട്ടിപ്പിടിച്ചിട്ടല്ല. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കുക, ഗ്രാറ്റിറ്റ്യൂഡുകൾ എഴുതുക, കിട്ടിയതിനെല്ലാം നന്ദി പറയുക. സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുക്കാൻ പറ്റാത്ത പലരും ഇല്ലേ, നമ്മൾ താമസിക്കുന്ന വാടക വീടിന് നന്ദി പറയാം. കാറില്ലെങ്കിൽ സ്കൂട്ടറിന് നന്ദി പറയാം, 2 വീലർ ഇല്ലെങ്കിൽ സൈക്കിളിന് നന്ദി പറയാം. എല്ലാത്തിനും നന്ദി പറയാമല്ലോ നമ്മൾക്ക്. നമ്മളിപ്പം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഈ സന്തോഷം കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. അപ്പം ആ സന്തോഷത്തോടെ കിടക്കാൻ വേണ്ടിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഇതൊന്നും മോശം പരിപാടിയൊന്നുമല്ല. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ. പക്ഷേ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്താലേ വഴിയുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കൂ. ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളുണ്ടാവും, സന്തോഷമുണ്ടാകും. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. റോണ്ട ബാൻ ചെയ്ത കാര്യങ്ങൾ അത് തന്നെയാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോകുന്ന സമയത്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ദ സീക്രട്ട്, മാജിക്, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. ബുക്സൊക്കെ നമ്മൾ നന്നായിട്ട് വായിക്കണം. നമുക്ക് കുറേയൊക്കെ ഭയങ്കര റിച്ച് ഡാഡ് പുവർ ഡാഡ് കുറേ ബുക്സ് ഉണ്ട്, എല്ലാം വായിക്കണം. ബുക്സ് വായന ഒരു ശീലമാക്കണം ദിവസവും നമ്മളുടെ ദിനചര്യയിൽ. ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെന്റലി ഭയങ്കര സ്ട്രോങ് ആവും. ആരൊക്കെ നമ്മളെ തോൽപ്പിക്കാൻ വന്നാലും നമുക്ക് തോൽക്കാൻ കഴിയില്ല. ഇത്രയാണ് പറയാനുള്ളത്. ഇപ്പം പറ്റുവാണെങ്കിൽ പോസ്റ്റർ ഇടാം, ഇല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഇങ്ങനെ എഴുതുക. 10 കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ എഴുതി വെക്കുക. അത് ചെയ്തിട്ട് നന്ദി എന്ന് പറയുക. വൈകിട്ട് അത് ഓർത്തിട്ട് നമ്മൾ ചെയ്തതിന് നന്ദി പറയുക. നമ്മുടെ ഏറ്റവും സന്തോഷം പറഞ്ഞ സമയങ്ങളോർത്ത് നന്ദി പറയുക. എല്ലാത്തിനോടും, പ്രകൃതിയോടും ജീവജാലങ്ങളോടും നമ്മളുടെ ലൈഫിലേക്ക് ദിവസം വരുന്ന ആൾക്കാരോടും ഒക്കെ നന്ദി നമ്മുടെ മനസ്സിൽ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം വരും. താങ്ക് യു.